പോപ്പിയും ജോൺസും മലയാളികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള രണ്ട് ബ്രാൻഡ്സാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ രണ്ട് ബ്രാൻഡുകളുടെയും സോഷ്യൽ മീഡിയ പേജസിലൂടെ ഒന്ന് കടന്നുപോയി. ദ തിങ് ഈസ്, രണ്ട് ബ്രാൻഡ്സും ഓൾമോസ്റ്റ് ആബ്സെൻ്റ് ആണെന്ന് പറയാം. അവരുടെ ഇനാക്ടിവിറ്റി വളരെ സ്ട്രൈക്കിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് ഇവരുടെ ഒഫീഷ്യൽ പേജസ് തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഈ മൺസൂണിന് തൊട്ട് മുമ്പായിട്ട് മെയ് മാസം അവസാനത്തോടുകൂടി കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതല്ലാതെ ഇക്കൊല്ലം കാര്യമായിട്ട് ഒരു കോണ്ടന്റും രണ്ടാളും ഷെയർ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് അവർ ചെയ്തത് കഴിഞ്ഞ മെയ് മാസം അവസാനം മഴക്കാലത്തിന് മുമ്പായിട്ടാണ് സീരിയസ് ആയിട്ട് കുറച്ച് കോണ്ടന്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിനിടയ്ക്ക് ആകെയുള്ളത് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഓണം അങ്ങനെയുള്ള പോസ്റ്റുകൾ മാത്രമാണ്. കുട എന്ന കമ്മോഡിറ്റിയെ കുട എന്ന പ്രൊഡക്റ്റാക്കി മാറ്റിയ പോപ്പിയെക്കുറിച്ചും ജോൺസിനെ കുറിച്ചും 2012 ഫോബ്സ് മാഗസിൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ രണ്ട് ബ്രാൻഡ്സും മുന്നോട്ടല്ല പുറകോട്ടാണ് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഒരു പക്ഷേ ഇതൊരു ഷ്രിങ്കിങ് മാർക്കറ്റ് ആയിരിക്കാം. ആളുകൾ കുട പണ്ടത്തെ പോലെ വാങ്ങുന്നില്ലായിരിക്കാം. ആളുകൾ കൂടുതലായിട്ട് 4 വീലേഴ്സ് ഉപയോഗിക്കുന്നു. ആ നിലയ്ക്ക് മഴയിൽ നിന്ന് കൂടുതൽ സേഫാണ്. കുട്ടികൾ സ്കൂൾ ബസ്സുകളിലും മറ്റ് സ്കൂൾ വാഹനങ്ങളിലും ആയിട്ട് നേരെ സ്കൂൾ മുറ്റത്ത് പോയി ഇറങ്ങുന്നു. കുട്ടികൾ മഴയിൽ നിന്ന് കൂടുതലായിട്ട് സേഫാണ്. പുതിയ തലമുറകൾ ചിലപ്പോൾ കുട പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊരു ചുരുങ്ങുന്ന മാർക്കറ്റ് ആയിരിക്കാം. കൃത്യമായിട്ടുള്ള മാർക്കറ്റ് ഡാറ്റ എൻ്റെ കയ്യിലില്ല. പക്ഷേ എന്തായാലും ദേ ആർ സ്റ്റിൽ ഡൂയിങ് ബിസിനസ്. അവർ ബിസിനസ്സിലുണ്ട്. ആൻഡ് ദേ മൈറ്റ് ആസ് വെൽ ഡു ഇറ്റ് വിത്ത് ലിറ്റിൽ മോർ ഇൻട്രസ്റ്റ് ആൻഡ് ലിറ്റിൽ മോർ പാഷൻ. എന്തായാലും ബിസിനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റോടുകൂടി പാഷനേറ്റ് ആയിട്ട് അവർക്കിത് ചെയ്യാവുന്നതാണ്. ഈ പോപ്പിയും ജോൺസും മാത്രമല്ല, മറ്റ് കുട നിർമ്മാണ കമ്പനികളെല്ലാവരും തന്നെ ഇതേ അപ്രോച്ചാണ് എടുക്കുന്നതെങ്കിൽ ഈ രണ്ടിലൊരു ബ്രാൻഡിന്, അല്ലെങ്കിൽ ആകെയുള്ള ബ്രാൻഡുകളിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിന് അവരുടെ കോണ്ടന്റ് ക്രിയേഷനിൽ, അവരുടെ മാർക്കറ്റിങ്ങിലൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റ് ഷെയറെങ്കിലും നേടാൻ പറ്റും. സീസണിന് തൊട്ട് മുമ്പായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാതെ, മാർക്കറ്റിംഗ് ചെയ്യാൻ നിൽക്കാതെ, ത്രൂ ഔട്ട് ദി ഇയർ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ച് റിലവൻ്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൻ്റെ ഒരു ഹയർ ഷെയർ കിട്ടാനുള്ള വലിയ ചാൻസ് ഉണ്ട്. നിങ്ങളും ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റീഷനിലാണ് ഉള്ളതെങ്കിൽ ഇത്ര എളുപ്പമായിരിക്കും ഒരു പക്ഷേ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ബജറ്റ് ത്രൂ ഔട്ട് ദി ഇയർ മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാൻ പറ്റും. കാരണം മറ്റേ കമ്പനിയുടെ മാർക്കറ്റിംഗ് ബജറ്റ് ഓൾമോസ്റ്റ് 0 ആണ്. ബാക്കി എല്ലാവരും ലൈറ്റ്സ് ഓഫ് ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടാൽ മാത്രം ശ്രദ്ധയിൽപ്പെടും. അത്രമാത്രം എഫേർട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് റിലവൻ്റ് ആയിരിക്കാൻ, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ ആവശ്യം വരും. ഇനി അതല്ല, ഇതൊരു ഡൈയിങ് മാർക്കറ്റാണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ എ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് എ ഡിഫറെൻറ്റ് മാർക്കറ്റ്.